ബിജെപിയുടെ ഭീഷണിയിൽ കേസെടുക്കാത്ത പോലീസ് നടപടിക്കെതിരെ വിമർശനവുമായി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ. കാലുവെട്ടുമെന്നും തലയെടുക്കുമെന്നും പറഞ്ഞ ബിജെപിക്കാരുമായി ചർച്ച നടത്തി തീരുമാനിക്കാൻ ഒന്നുമില്ലെന്നും കേസെടുക്കുകയാണ് വേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട്ടെ കൊലവിളി പ്രസംഗവും അക്രമവും തടയാൻ കോൺഗ്രസിനെയും ബിജെപിയെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചതോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ട് കാൽ കുത്താൻ അനുവദിക്കില്ലെന്ന് മേൽഘടകം തീരുമാനിച്ചാൽ പിന്നെ രാഹുലിന്റെ കാല് തറയിലുണ്ടാകില്ലെന്നും തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ.കെ. ഓമനക്കുട്ടൻ ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു. കൂടാതെ ബിജെപി നടത്തിയ പ്രകടനത്തിലും എംഎൽഎക്കും സന്ദീപ് വാര്യർക്കുമെതിരെ കൊലവിളി നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ചർച്ചയ്ക്ക് വിളിച്ചത്. എന്നാൽ കാലെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയതും തലയെടുക്കും എന്ന് പറഞ്ഞതും കോൺഗ്രസ് ഓഫീസിലേക്കും എംഎൽഎ ഓഫീസിലേക്കും അക്രമം നിറഞ്ഞ മാർച്ച് നടത്തിയതും ചർച്ച ചെയ്ത് തീരുമാനിക്കണോ എന്ന് രാഹുൽ ചോദിച്ചു. എന്ന് തൊട്ടാണ് കേരള പോലീസ് ചായയും ബിസ്ക്കറ്റും നൽകി നാട്ടുകൂട്ടം മധ്യസ്ഥ പണി തുടങ്ങിയത്? നമുക്ക് അവരുടെ മധ്യസ്ഥതയൊന്നും വേണ്ട. ക്രമസമാധാന പ്രശ്നം പരിഹരിക്കാനാണ് ഇവിടെ പോലീസ്. അതല്ലാതെ ബിജെപിയുമായി അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിന് കിട്ടില്ല. അതിന് സൗകര്യമില്ല. അവരുമായി ചായ കുടിക്കാനില്ല. പോലീസ് ലോ ആൻഡ് ഓർഡർ നിയമപരമായി പരിഹരിച്ചാൽ മതി. അല്ലാത്ത പണി പോലീസ് ചെയ്യേണ്ട. കോൺഗ്രസിനെയും ബിജെപിയെയും ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ തീർക്കണ്ട. രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ടല്ലോ, അതനുസരിച്ച് തീർക്കട്ടെ. ഞങ്ങൾ ഭീഷണി മുഴക്കിയാൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോളൂ. എത്രയോ പ്രകോപനപരമായ സാഹചര്യങ്ങൾ മുമ്പും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ജനപ്രതിനിധിയുടെ കാല് വെട്ടുമെന്നും തലയെടുക്കുമെന്നും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഖബറൊരുക്കുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവരുമായിട്ടാണോ ഞങ്ങൾ ചർച്ച നടത്തേണ്ടത്? ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതേസമയം പാലക്കാട് നഗരസഭ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഹെഡ്ഗോവാറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമായ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭിന്നശേഷി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലാണ് ഓമനക്കുട്ടൻ കൊലവിളി നടത്തിയത്. RSS നേതാക്കളെ അവഹേളിച്ചാൽ MLA പാലക്കാട് കാലുകുത്തിക്കാൻ അനുവദിക്കില്ലെന്ന് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP നേതാവ് ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം MLAയുടെ തല വെട്ടുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും തല ആകാശത്ത് വെച്ച് നടക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് എന്നാണ് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞത്. ആലങ്കാരിക പ്രയോഗമാണ് നടത്തിയത്. കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം കാല് വെട്ടുമെന്നല്ലെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് പ്രശാന്ത് ശിവന്റെ പ്രതികരണം.